ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 11:30 പട്നയിലെ ഗാന്ധി മൈതാനത്താണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആന്റണി, ഇത് 10ാം തവണയാണ് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലേറാൻ പോകുന്നത്. ഇതിനിടെ പല രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ടായി. അതിനിടെ ഇന്ത്യ മുന്നണി രൂപീകരണത്തിലേക്കൊക്കെ തന്നെ നിതീഷ് കുമാർ കടന്നു. ദേശീയ തലത്തിലും നിതീഷ് കുമാറിൻ്റെ ഒരു സാന്നിധ്യം അറിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് മുന്നണിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഈ ഒരു ചാട്ടം, അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിന്നും മുന്നണിയിലേക്കുള്ള ചാട്ടങ്ങൾ തുടർന്നപ്പോഴും അവിടെയൊന്നും ജനങ്ങളുടെ വിശ്വാസ്യത, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിതീഷ് കുമാറിനുള്ള വിശ്വാസ്യത പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ നിതീഷ് കുമാറിൻ്റെ ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഈ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം എന്നുള്ളത്. എന്തൊക്കെയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിനെ സംബന്ധിച്ച വിവരങ്ങൾ, ആന്റണി? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയാണ് ഇത്തവണ NDA സഖ്യം അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. 243 അംഗ നിയമസഭയിൽ 202 സീറ്റുകൾ നേടിയാണ് NDA സഖ്യം, BJP JDU അടങ്ങുന്ന സഖ്യം ഏതായാലും അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ NDA നേതാക്കൾ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്നലെ NDAയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ നിതീഷ് കുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജിക്കത്ത് നൽകി. തുടർന്നാണ് ഇന്നിപ്പോൾ അദ്ദേഹം ബീഹാറിൽ 10ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. രാവിലെ 11:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് ഒരുക്കിയ വലിയ പന്തലിലാണ്, പ്രത്യേക വേദിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഈ നിതീഷ് കുമാറിന് പുറമെ 22 മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയിൽ JDUവിൻ്റെ 10 മന്ത്രിമാർ, BJPയുടെ 9 മന്ത്രിമാർ, അതുപോലെ തന്നെ ചിരാഗ് പാസ്വാൻ, അതുപോലെ തന്നെ അവാമി ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി അടക്കം 22 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് സൂചന. ഏതായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ 22 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. BJPയിൽ നിന്നുള്ള 2 പേർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJPയുടെ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ളവരും മുഖ്യമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ BJP നേതാക്കൾ അടക്കമുള്ളവരും ഈ ചടങ്ങുകൾക്ക് സാക്ഷികളാകാൻ പട്നയിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി രാവിലെയോടുകൂടി പട്നയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം JP നദ്ദ അടക്കമുള്ളവർ ഇന്നലെ തന്നെ പട്നയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബീഹാറിൽ നേടിയ വൻ വിജയം സത്യപ്രതിജ്ഞയിലും ആഘോഷമാക്കാൻ തന്നെയാണ് BJP ഒരുങ്ങുന്നത്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകുന്നത്.